2015 അല്ലെങ്കിൽ ആ തുറമുഖ നിർമ്മാണം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരെ സമരം ചെയ്തിരുന്നുവെങ്കിൽ, കുറെ കൂടി നേരത്തെ സമരം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഒരു ശക്തമായ സമരമുഖത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, വിഴിഞ്ഞം സമരസമിതി സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത് 7 ആവശ്യങ്ങളാണ്. അതിൽ 6 ആവശ്യങ്ങളിലും ജിയോ ഇറങ്ങിക്കഴിഞ്ഞു എന്നൊരു കാര്യം ശ്രീ സഫറുള്ള ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ കാര്യങ്ങൾക്കുള്ള അങ്ങയുടെ മറുപടി ശ്രീ പാട്രിക്. ആദ്യമേ തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, സമരം എപ്പോഴാണ് ഉണ്ടാവുന്നത്? അത് ഏതൊരു സമരമായിരുന്നു. കാര്യങ്ങൾ സർക്കാർ പറയുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് സമയം നമ്മൾ നോക്കും. ആ സമയം നോക്കി നമ്മൾ അവരുടെ പുറകിൽ നടക്കുകയും ഒക്കെ ചെയ്തു. അതായത് ഞാൻ പറയാം, 4-5 വർഷമായി ഈ ഗോഡൌണിൽ കഴിയുന്നവരുടെ പ്രശ്നപരിഹാരങ്ങൾക്കായി നിരന്തരം ഞങ്ങളുടെ ബിഷപ്പുമാരും വൈദികരും അൽമായരും ഒന്നടങ്കം മന്ത്രിമാരെ കാണുകയും അവിടെയുള്ള സ്ഥലം MLA കാണുകയും ഉദ്യോഗസ്ഥരെ കാണുകയും ഒക്കെ ചെയ്തു. 4.5 വർഷത്തോളം നരകയാതന അനുഭവിക്കുന്ന തരത്തിൽ സിമന്റ് ഗോഡൌണുകളിൽ പാർക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് ഞങ്ങളുടെ സഹോദരങ്ങൾ. എന്നിട്ടും നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ എന്തിനായിട്ട് ഇറങ്ങുന്നത്? സമരത്തിനായിട്ട് ഇറങ്ങുന്നത്. ആ സമരത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന 7 ആവശ്യങ്ങളിൽ ഞങ്ങളുടെ തീരങ്ങൾ നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇത് എന്ത് കാരണമാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് സുതാര്യമായ ഒരു പഠനം നടത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് താൽക്കാലികമായി ഈ വിഴിഞ്ഞം തുറമുഖ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ സമരസമിതിയുടെ ഭാഗത്തു നിന്നുള്ളവരുമായി ഒരുമിച്ച് ഒരു സുതാര്യ പഠനം നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ശ്രീ പാട്രിക്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങ് പറഞ്ഞത്. പലപ്പോഴും ഈ സമരവുമായി ബന്ധപ്പെട്ട് പലരും ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഴിഞ്ഞം സമരസമിതി അല്ലെങ്കിൽ തിരുവനന്തപുരം അതിരൂപത വിഴിഞ്ഞം പോർട്ടിന് എതിരാണ്. അതായത് വിഴിഞ്ഞം സമരസമിതിയുടെ നിലപാട് താൽക്കാലികമായെങ്കിലും ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയമായ പഠനം, അതായത് പ്രദേശവാസികളെ മത്സ്യത്തൊഴിലാളികളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നത് വരെ താൽക്കാലികമായി ഈ ഒരു തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക, അല്ലെ? അതാണ് നിലപാട്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഒരിക്കലും ഈ തുറമുഖം എന്നേക്കും വേണ്ടെന്നോ വികസനം വേണ്ടെന്നോ ഒന്നും ഇതുവരെ അതിരൂപത പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം ഈ തുറമുഖ നിർമ്മാണം കാരണമാണ് ഞങ്ങളുടെ തുറമുഖത്തിന്റെ വടക്കുവശത്തുള്ള തീരങ്ങൾ, തൊഴിലുകൾ, ഞങ്ങളുടെ ഭവനങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അത് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പഠനത്തിലൂടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ പോകുന്നത് എന്ന്, ഇത് നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു പഠനം ആവശ്യമാണ്. ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കൃത്യമായി പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ സർക്കാർ എന്തുകൊണ്ടാണ് ഇത് ഈ ഒരു രീതിയിൽ അതല്ലെങ്കിൽ മറ്റുള്ള ഈ രീതിയിൽ മാറ്റിയത് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പഠനം നടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു, 100% ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ തീരം പോകുന്നതും ഞങ്ങളുടെ കുടിലുകൾ പോകുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനങ്ങൾ പോകുന്നതും ഞങ്ങളുടെ തൊഴിലുകൾ നഷ്ടമാകുന്നതും എല്ലാം ഈ വിഴിഞ്ഞം തുറമുഖം കാരണമാണ്. പഠനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു വലിയൊരു ഉദാഹരണം പറയാം. ഇതിന്റെ പഠനം സർക്കാരിന് വേണ്ടി അതല്ലെങ്കിൽ അദാനിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് NIOT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഈ ഒരു ഏജൻസിയാണ് ഇതിന്റെ പഠനം നടത്തുന്നത്. അവർ നേരത്തെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ആ പഠനങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും വെളിയിൽ വിട്ടിട്ടില്ല. അത് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെ പ്രസക്തമായ ഭാഗങ്ങളൊന്നും വെളിയിൽ വന്നിട്ടില്ല. ഈ ഞങ്ങൾ സമരം തുടങ്ങുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പഠന റിപ്പോർട്ട് അവസാനമായി വിട്ടു. അതിൽ ഒരു സെന്റൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: വിഴിഞ്ഞം തുറമുഖം കാരണമാവാം ഈ തീരവും ഭവനങ്ങളും നഷ്ടപ്പെടുന്നത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും തന്നെ ഞങ്ങൾക്ക് വ്യക്തമാകുന്നത് ഇത് NIOT നേരത്തെ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം വേറെ ഒരു ടീമാണിത് പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ അതിൽ വിഴിഞ്ഞം തുറമുഖമാണ് ഇതിനൊക്കെ കാരണമാകുന്നു എന്നുള്ള ഒരു പഠന റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ NIOT പറയും ഞങ്ങൾ അവസാനത്തെ പഠനത്തിൽ ഞങ്ങൾ കൃത്യമായി ഞങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അത്